ഗവർണർ നിന്നോട് ഡീൽ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോ ഞാനൊന്ന് കരുതലെടുത്തു. പക്ഷെ എൻഫോഴ്സ്മെന്റ് കലാപരിപാടി അല്പം ചീപ്പായി പോയി. നീ നിന്റെ നിലവാരം കാണിച്ചു എന്നതാണ് ശരി. നിന്നെക്കുറിച്ച് കുറച്ചു കാലം മുമ്പ് കേട്ടത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നും നീ നിന്റെ സ്വന്തം ആവശ്യത്തിനായി നീ തന്നെ കറൻസികൾ അച്ചടിച്ചെടുക്കുന്നുവെന്നാണ്. എന്ത് പുരുഷു, കമ്മട്ടം കളവ് പോയ അതോ പഴയതുപോലെ മഷി പിടിക്കണില്ലേ? ഇതാണ് ഗവർണറിന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ച എഗ്രിമെന്റ്. அதுதான் நிறைய கையெழுத்து போட்டுட்டு ഈ പടുപാവി പറഞ്ഞിടത്തല്ല പുടി. കഴിഞ്ഞതെല്ലാം ഇനി കഥകളാണ്. ഗവർണറും പുരുഷോത്തമനും തമ്മിൽ കണ്ടത് ഈ അഗ്രിമെന്റ് എല്ലാം കഥയില്ല. അപ്പൊ അഡ്വാൻസ് കൊടുത്ത 50 ലക്ഷം അതിങ്ങിതാ കാർത്തികേ. അത് എൻഫോഴ്സ്മെന്റ് പിടിച്ചു പോയില്ലേ? കാർത്തികേ കളിക്കല്ലേ? കാർത്തികേയനെ കൊണ്ട് കളി നീ കളിപ്പിച്ചു. സവാരി ഗിരിഗിരിക്കൊളി. നിന്റെ 50 ലക്ഷം ഉലുവ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഈ ഗവർണർ സമ്മതിക്കുന്നില്ല. കൊടുക്കാൻ പാടില്ല കാർത്തികേയൻ സാർ. ഇവൻ പെരിയ ഫ്രാഡിത്തരമാണ് കാണിച്ചത്. சாமி உர்ற இவன்ட பணம் நம்ம கையில் வாங்கி வச்சால் அது நம்மளுக்கும் கஷ்டமாகும். டேய் முட்டாள், யாரடா அவனுக்கு எம்பின்னு பேர் வச்சது? அதுக்கு என்னடா மீனிங்? மணி புடுங்குறவனா? മോനെ പുരുഷു, ഈ കാർഡിനി എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത്. കീറിപ്പോവും. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും.